ഇന്ത്യയുടെ നാവിക കരുത്താണ് കടൽക്കൊള്ളക്കാർക്ക് കഴിഞ്ഞ ദിവസം തിരിച്ചറിയാൻ കഴിഞ്ഞത്. INS ചെന്നൈ ദ ഡിസ്ട്രോയർ എന്ന കപ്പലാണ് കടൽക്കൊള്ളക്കാരെ തുരത്തിയത്. നാവികസേനയുടെ കൊൽക്കത്ത ക്ലാസ് യുദ്ധക്കപ്പലുകളിൽ മൂന്നാമത്തേതാണ് ചെന്നൈ നഗരത്തിന്റെ പേരുള്ള ഈ ആദ്യ യുദ്ധക്കപ്പൽ. 2010 ഏപ്രിൽ 2 അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണി കപ്പലിന്റെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തതാണ് ഇത്. ഉദ്ഘാടനം ചെയ്യുകയും 2016 നവംബർ 21 ഇന്ത്യൻ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരമായ ചെന്നൈയുടെ പേരിലുള്ള ആദ്യത്തെ നാവിക കപ്പൽ കൂടിയാണ് INS ചെന്നൈ. കമ്മീഷനിംഗ് കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നു ക്യാപ്റ്റൻ CR പ്രവീൺ നായർ. തമിഴ്നാടിനോടുള്ള ആദരമെന്ന നിലയിൽ ജല്ലിക്കെട്ട് ഉത്സവത്തിന്റെ പ്രതീകമായി ഒരു കാളയുടെ മുദ്ര കൂടി കപ്പലിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാളയുടെ വീറും വാശിയും എല്ലാം ആ കപ്പലിലുണ്ട് താനും. വിപുലമായ ആയുധശേഖരവും അത്യാധുനിക സംവിധാനങ്ങളും കപ്പലിലുണ്ട്. ഈ കപ്പലായിരുന്നു ചരിത്ര ദൗത്യത്തിന് നിയോഗിച്ചത്. കരുത്തോടെ തന്നെ ഉത്തരവാദിത്തം നിറവേറ്റുകയും ചെയ്തു. ഇപ്പോൾ ജനമനസ്സിലിടം പിടിക്കുകയാണ് INS ചെന്നൈ. അത്യാധുനിക ആയുധങ്ങളും സെൻസറുകളും സ്റ്റെൽത്ത് ഫീച്ചറുകളും നൂതന ആക്ഷൻ ഇൻഫോർമേഷൻ സിസ്റ്റം, സമഗ്രമായ ഓക്സിലറി കൺട്രോൾ സിസ്റ്റം, ലോകോത്തര മോഡലിംഗ് ലിവിംഗ് സ്പേസുകൾ, അത്യാധുനിക പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നിവയും മറ്റ് നൂതന സവിശേഷതകളും ഉള്ള തരത്തിലാണ് ഇന്ത്യ രൂപകൽപ്പന ചെയ്ത കപ്പൽ. ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അടിമുടി പ്ലാനിങ്ങിനോടുകൂടി തന്നെയാണ്. ഈ കപ്പലുകൾ നിരവധി പുതിയ സവിശേഷതകൾ സംയോജിപ്പിക്കുകയും മുൻകാല പ്രൊജക്ട് 15 കപ്പലുകളെ അപേക്ഷിച്ച് കൂടുതൽ വിപുലമായ ആയുധ പ്ലാറ്റ്ഫോമുകൾ ഉറപ്പാക്കുന്ന ഡിസൈൻ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ശത്രു വിമാനങ്ങളുടെയും കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകളുടെയും ഭീഷണി നേരിടാൻ രൂപകൽപ്പന ചെയ്ത കപ്പലിന്റെ വ്യോമ പ്രതിരോധ ശേഷി DRDO സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ലംബ വിക്ഷേപണം, ദീർഘദൂര ഉപരിതല മിസൈൽ സംവിധാനം എന്നിവയെ ചുറ്റിപ്പറ്റിയാണ്. 4 AK-630 ദ്രുത ഫയർ തോക്കുകൾ കപ്പലിന് പ്രതിരോധ ശേഷി നൽകും. അതേസമയം MR തോക്ക് ഫലപ്രദമായ നാവിക വെടിവെപ്പ് പിന്തുണ നൽകാനും കഴിയുന്നുണ്ട്. ഇന്ത്യൻ വികസിപ്പിച്ചെടുത്ത ഇരട്ട ട്യൂബ് ടോർപിഡോ ലോഞ്ചറുകളും റോക്കറ്റ് ലോഞ്ചറുകളും കപ്പലിന്റെ അന്തർവാഹിനി വിരുദ്ധ ശേഷിക്ക് പഞ്ച് നൽകുന്നു. INS ചെന്നൈ സൂപ്പർസോണിക് ബ്രഹ്മോസ് ഉപരിതല മിസൈൽ സംവിധാനം വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കൂടിയാണ്. ഈ സംവിധാനം കപ്പലിനെ തീരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതും നാവികസേനയുടേതുമായിട്ടുള്ള ഉപരിതല ലക്ഷ്യങ്ങളിൽ ദീർഘദൂരത്തിൽ ഏർപ്പെടുത്താൻ പ്രാപ്തവുമാക്കുന്നു. ഇത് ശത്രു ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണത്തിനുള്ള മാരകമായ പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്നുമുണ്ട്. ഹൂതി ആക്രമണത്തെ പ്രതിരോധിക്കാൻ നാവികസേന അറബിക്കടലിൽ വിന്യസിച്ചിരുന്ന INS ചെന്നൈ എന്ന യുദ്ധക്കപ്പലാണ് ജീവനക്കാരെ രക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അത് തെക്കേ ഇന്ത്യക്കാർക്ക് കൂടി ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.